ഭാഗം 18. ചെമ്മരിയാടുകളെ നടത്താൻ കൊണ്ടുപോകുന്ന പ്രയാസമില്ല. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അവ ഒന്നിനോടൊന്ന് ചേർന്നങ്ങനെ കൂട്ടം കൂടി പോകുന്നത്. അവയെ നയിക്കാൻ എപ്പോഴും ഒരു തലയാട് കാണും. അത് പോകുന്ന വഴിയെ അടുത്തതും അതിൻ്റെ വഴിയെ അതിൻ്റെ അടുത്തതും പൊയ്ക്കൊള്ളും. നമ്മൾ ഒരു വശത്തു നിന്ന് പതിയെ ഒന്ന് നയിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മളോട് ഏറെ ഇണങ്ങിയ ഒരാടിനെയാവും നമ്മൾ തലയാടായി നിയോഗിക്കുക. പുതുതായി വന്ന ആടുകളെയും ആട്ടിൻകുട്ടികളെയും നയിച്ചുകൊണ്ടു പോകുക അതിൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മസ്രയിലുണ്ടായിരുന്ന 3 തലയാടുകൾക്ക് ലളിത, പത്മിനി, രാഗിണി എന്നിങ്ങനെയാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കോലാടുകളെയാണ് നിയന്ത്രിക്കാൻ തീരെ വയ്യാത്തത്. ഒരുമാതിരി വെകിളി പിടിച്ച മാതിരിയാണ് അതിൻ്റെ നടപ്പും ഓട്ടവും എല്ലാം. ഒന്ന് ഇങ്ങോട്ട് നടന്നാൽ മറ്റേത് വലത്തോട്ട് പോകും. ഒരേ സമയത്ത് 50 മുതൽ 100 വരെ ആടുകളെയാണ് എനിക്ക് പുറത്തു കൊണ്ടുപോകേണ്ടി വരുന്നത്. അള്ള, അതത്രയും ഈ പ്രാന്ത് പിടിച്ച് കോലാടുകൾ ആയിരിക്കുന്നത് ഒന്നോർത്തു നോക്കിക്കേ. ഞാൻ നേരത്തെ എപ്പോഴോ പറഞ്ഞെന്ന് തോന്നുന്നു അവയുടെ രീതികളെപ്പറ്റി. ചെമ്മരിയാടുകളെപ്പോലെ തന്നെ 16,000 വർഷങ്ങളായി മനുഷ്യനോടൊപ്പം ജീവിച്ചിരുന്നെങ്കിലും തരം കിട്ടിയാൽ അതിൻ്റെ കാട്ടു സ്വഭാവം കാണിക്കുന്ന മറ്റൊരു ജീവിയെയും മനുഷ്യന് വളർത്തേണ്ടി വന്നിട്ടില്ല. അതിൽ മുട്ടനാടുകളെയാണ് തീരെ നിയന്ത്രിക്കാൻ കഴിയാത്തത്. എൻ്റെ അത്ര വലിപ്പമുണ്ടാവും വളർച്ച മുറ്റിയ ഒരെണ്ണത്തിന്. ഇണചേരാൻ പെൺകൂട്ടത്തിൽ വിട്ടിരിക്കുന്നവരാണെങ്കിൽ പറയുകയും വേണ്ട. തിന്നു മതിച്ച് രതിച്ച് നടക്കുന്ന അവയ്ക്കെങ്ങാനും ദേഷ്യം വന്നുപോയ അതിൻ്റെ ഉശിരൊന്ന് കാണേണ്ടത് തന്നെ. ഒരു ദിവസം നടത്താൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഒരെണ്ണത്തിനെ ഒന്ന് പിന്നിൽ നിന്നടിച്ചു. ശരിക്കും ആനയിടയുന്നത് പോലെ അതൊന്ന് തിരിഞ്ഞു നിന്നു. പിന്നെ സർവ്വശക്തിയും എടുത്ത് മൂക്ക് ചീറ്റി മൂക്കിൽ നിന്നും ആവി പായുന്നതും ഞാൻ കണ്ടു. തൊട്ടടുത്ത നിമിഷം ചാടി മാറാൻ എനിക്കൊരവസരവും തരാതെ കിതച്ചു വന്ന് എൻ്റെ നെഞ്ചിനിട്ട് ഒരിടിയായിരുന്നു. 1000 കിലോ തൂക്കമുള്ള ഒരു ഇരുമ്പ് കൂടം വന്ന് നെഞ്ചിൽ കൊള്ളുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഹിന്ദി സിനിമയിലെ നായകൻ്റെ ഇടികൊണ്ട് വില്ലൻ തെറിച്ചു വീഴുന്നത് പോലെ ഒരു 10 മീറ്റർ അകലേക്ക് പറന്നു വീണത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അന്നേരം തന്നെ എനിക്കെൻ്റെ ബോധം നഷ്ടപ്പെട്ടു. പിന്നെ എത്ര നേരം ഞാൻ അവിടെ കിടന്നുവെന്ന് എനിക്കറിയില്ല. പിന്നെ കണ്ണു തുറന്നപ്പോൾ അർബാബ് എൻ്റെ മുന്നിലിരിപ്പുണ്ട്. ഞാൻ കണ്ണു തുറന്നതും കുറച്ച് ചൂടുവെള്ളം എൻ്റെ മുഖത്തേക്ക് ഒഴുക്കുകയാണ് അർബാബ് ചെയ്തത്. പിന്നെ ഹിമാർ എന്ന് വിളിച്ചുകൊണ്ട് എന്തൊക്കെയോ അലറി. ഞാൻ നോക്കുമ്പോൾ ആടുകൾ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലേക്ക് ചിതറി നടക്കുന്നതാണ് കാണുന്നത്. വല്ല വിധേനയും ഞാൻ എഴുന്നേറ്റു. എൻ്റെ ഇടത് കൈക്ക് വലിയ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വലിയ വേദനയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന. നല്ല നീരുമുണ്ടായിരുന്നു. എൻ്റെ കൈ ഒടിഞ്ഞെന്ന് തോന്നുന്നു എന്ന് ഞാൻ അർബാബിനോട് പറഞ്ഞു. അയാൾ എന്നെ ബെൽറ്റ് ഊരി അടിച്ചു. വേഗം ഓടി ആടുകളെയെല്ലാം പിടിച്ചുകൊണ്ടുവരുവാൻ അലറി. ഒന്നിനെയെങ്കിലും നഷ്ടപ്പെട്ടാൽ ഇന്ന് നിന്റെ അന്ത്യമായിരിക്കുമെന്ന് അർബാബ് എനിക്ക് താക്കീത് തന്നു. വേദന വിങ്ങുന്ന കയ്യും താങ്ങി ഞാൻ മരുഭൂമിയിലൂടെ ഓടി. ആടുകൾ അവയ്ക്ക് നനച്ചിരിക്കാതെ കിട്ടുന്ന സ്വാതന്ത്ര്യം ആവോളം ആസ്വദിക്കുകയായിരുന്നു. ആടുകൾ അതിൻ്റെ വന്യമായ എല്ലാ സ്വഭാവങ്ങളും പുറത്തെടുത്ത് കഴിഞ്ഞിരുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ കിടക്കുന്ന ഒരു ജനത പെട്ടെന്ന് കലഹത്തിലേക്ക് ഉണരുന്നത് പോലെയാണ് അതും. പിന്നെ പിടിച്ചാൽ പിടികിട്ടില്ല. ഒരെണ്ണത്തെ തെളിച്ച് ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്നത് മറുഭാഗത്തേക്ക് ഓടിക്കഴിഞ്ഞിരിക്കും. അതിനെ പിടികൂടാനായി അതിൻ്റെ പിന്നാലെ ഓടുമ്പോഴേക്കും ആദ്യത്തേത് അതിൻ്റെ വഴി പോയി കഴിഞ്ഞിരിക്കും. എല്ലാത്തിനെയും ഒന്നിച്ചുകൂട്ടി മസ്രയിലേക്ക് പോവുക സാധ്യമല്ലെന്ന് ആദ്യത്തെ കുറച്ച് ശ്രമങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി. പിന്നെ കയ്യിൽ കിട്ടുന്ന കുറച്ചെണ്ണത്തിനെയും കൊണ്ട് ഞാൻ മസ്രയിലേക്ക് ഓടും. അവയെ അവിടെ പൂട്ടിയിട്ടിട്ട് വീണ്ടും മരുഭൂമിയിലേക്ക് തിരിച്ചോടും. പിന്നെ കിട്ടുന്ന 5-10 എണ്ണത്തിനെയും കൊണ്ട് വീണ്ടും മസ്രയിലേക്ക് വരും, തിരിച്ചോടും. മസ്രയിൽ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്ററെങ്കിലും അകലെയാവും ആദ്യത്തെ ആട് നിൽക്കുക. അവിടെ നിന്നങ്ങോട്ട് ഒരു 5 കിലോമീറ്ററിലേക്ക് അവ ഇങ്ങനെ ചിതറി നടക്കുകയാണ്. ഈ ദൂരമായ ദൂരമെല്ലാം എനിക്ക് എത്ര തവണ ഓടേണ്ടി വന്നു എന്ന് നിശ്ചയമില്ല. മരിച്ചു പോകും പോലെ ഞാൻ തളർന്നിരിക്കുന്നു എന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇടയ്ക്കെപ്പോഴോ ഇത്തിരി വെള്ളം കുടിക്കാനായി ഞാൻ നിന്നതിന് അർബാബ് എന്നെ പൊതിരെ തല്ലി. വെള്ളക്കപ്പ് തട്ടിപ്പറിച്ച് ദൂരെ കളഞ്ഞു. ദാഹം വിങ്ങുന്ന വരണ്ട നാവോടെ ഞാൻ പിന്നെയും കിതച്ചോടി. ആ ഓട്ടത്തിനിടയിലല്ല ഞാൻ ആകാശത്തിലേക്ക് സങ്കടത്തോടെ നോക്കി. അള്ളാ അള്ളാ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. അങ്ങകലെ ആടുകൾ ചിതറി നടക്കുന്നത് എനിക്ക് കാണാം. പക്ഷേ അവിടെ വരെ എത്തിപ്പെടാൻ എനിക്ക് സാധിക്കണ്ടേ? തൊണ്ട പൊട്ടുന്ന ദാഹം, ഉള്ളു കത്തുന്ന ചൂട്, തളർച്ച കൊണ്ട് മന്ത് ബാധിച്ചതുപോലെ കാലുകൾ, വേദന കുത്തിക്കയറുന്ന കയ്യ്. അലറി അലറി നിലവിളിച്ചുകൊണ്ട് ഞാൻ ആടുകൾക്ക് പിന്നാലെ ഓടി. പക്ഷെ കത്തുന്ന സൂര്യൻ്റെ തീക്ഷ്ണതയല്ലാതെ മറ്റെല്ലാം ആകാശത്തിൽ നിശ്ചലമായിരുന്നു.
ഏതാണ്ട് ഉച്ച തിരിഞ്ഞപ്പോഴാണ് എല്ലാ ആടുകളെയും ഞാൻ മസ്രയിൽ എത്തിച്ചത്. ഒരു തുള്ളി വെള്ളം കുടിക്കാതെ, ഒരിത്തിരി വിശ്രമിക്കാതെ ആ കത്തുന്ന ചൂടിൽ ഒരു മനുഷ്യന് എങ്ങനെ അത്രയും നേരം പിടിച്ചു നിൽക്കാനായെന്ന് എനിക്ക് പിന്നെ പലവട്ടം അതിശയം തോന്നിയിട്ടുണ്ട്. ഏത് കഷ്ടപ്പാടിലും ജീവിക്കാനുള്ള അദമ്യമായ ആഗ്രഹം, അള്ളാഹുവിലുള്ള അനന്തമായ വിശ്വാസം, ഇത് രണ്ടുമാണ് എന്നെ അപ്പോൾ ജീവിപ്പിച്ചത്. അവസാനത്തെ ആടിനെയും മസ്രയിലെത്തിച്ച് ഞാൻ കട്ടിലിലേക്ക് തളർന്നു വീഴുകയായിരുന്നു. അർബാബ് അടുത്തു വന്നിരുന്ന് കുറച്ച് വെള്ളം എൻ്റെ വായിലേക്ക് ഇറ്റിച്ചു. ഞാൻ പിന്നെയും വെള്ളം വെള്ളം എന്ന് പുലമ്പി. നീയൊക്കെ വല്ലാത്ത ധാരാളികളാണ്, വെള്ളം എങ്ങനെ സൂക്ഷിച്ചുപയോഗിക്കണം എന്നറിയാത്ത ധാരാളികൾ എന്ന് അർബാബ് പറയുന്നത് ഞാൻ ആ അർത്ഥമയക്കത്തിലും കേട്ടു. പിന്നെ എനിക്ക് ബോധം നഷ്ടപ്പെട്ടു. രാത്രി പിന്നെ എപ്പോഴോ ആണ് ഞാൻ കണ്ണു തുറക്കുന്നത്. എൻ്റെ കൈ നീര് വന്ന് വല്ലാതെ വീർത്തിരുന്നു. വേദനയാണെങ്കിൽ അസഹനീയവും. എൻ്റെ കൈ ശരിക്കും ഒടിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ആടിൻ്റെ ഇടികൊണ്ട് നെഞ്ചിൻ കൂടെ കലങ്ങിപ്പോയതുപോലെ വേദനയുണ്ടായിരുന്നു. തൊണ്ട പൊട്ടുന്ന ദാഹമുണ്ടായിരുന്നു. ഞാൻ പ്രാഞ്ചി എഴുന്നേറ്റ് ചെന്ന് ഇത്തിരി വെള്ളം എടുത്തു കുടിച്ചു. വേദന സഹിക്കാനാവാതെ ഞാൻ അർബാബിൻ്റെ കൂടാരത്തിനടുത്തേക്ക് ചെന്നു. ഇത്ര നേരം സുഖിച്ച് കിടന്നുറങ്ങി എന്ന് ശാസിച്ചുകൊണ്ട് അർബാബ് എനിക്ക് 2-3 ഗുബൂസ് എറിഞ്ഞു തന്നു. എനിക്ക് വിശപ്പും ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. പച്ചവെള്ളത്തിൽ മുക്കി ഞാൻ ഗുബൂസ് ആർത്തിയോടെ തിന്നു തീർത്തു. സഹിക്കാൻ പറ്റാത്ത വേദന കാരണം ആ രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അതിനിടെ പലവട്ടം ഞാൻ അർബാബിൻ്റെ കൂടാരത്തിന് മുന്നിൽ ചെന്ന് കരഞ്ഞു. എന്നെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകൂ, എൻ്റെ കൈ ഒടിഞ്ഞിരിക്കുന്നു എന്ന് കെഞ്ചി പറഞ്ഞു. എന്നാൽ അർബാബ് അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. നേരം വെളുപ്പായപ്പോൾ അർബാബ് ഒരു പാൽപാത്രവുമായി എൻ്റെ കട്ടിലിനരികിൽ വന്ന് എന്നെ തട്ടി വിളിച്ചു. വേഗം എഴുന്നേറ്റ് പോയി ആടിനെ കറക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കൈ കാണിച്ചു. അതിന് മറുപടിയായി തലക്കിട്ട് ഒരു കിഴുക്കാണ് അർബാബ് തന്നത്. നെഞ്ചിലെ വേദന ഒട്ടും കുറവില്ലായിരുന്നു. കൈയാണെങ്കിൽ അപ്പോഴേക്കും മന്തു വന്നതുപോലെ വീർത്തിരുന്നു. നെഞ്ചിലും നീരുണ്ടായിരുന്നു. വേദനയാണെങ്കിൽ സഹിക്കാൻ പറ്റാത്തതും. വയ്യാത്ത കൈയുമായി ഞാൻ മുടന്തി മസ്രയിലേക്ക് നീങ്ങി. ഒരു കൈകൊണ്ട് ഞാൻ അങ്ങനെ ആടിനെ കറക്കാനാണ്. അത്ര ചാട്ടക്കാരിയല്ലാത്ത ആടുകളാണെങ്കിൽ പാത്രം താഴെ വെച്ച് 2 കൈകൊണ്ടും വേഗം കറക്കുകയാണ് എൻ്റെ പതിവ്. വലിയ ചാട്ടക്കാരാണെങ്കിൽ ഒരു കൈകൊണ്ട് മുതുക് തടവി കൊടുക്കണം. ഈ വയ്യാത്ത കൈയും വെച്ച് ഞാൻ എന്തു ചെയ്യാൻ? വല്ല വിധത്തിലും ഒന്ന് ചാടിയാൽ അതുവരെ ഒറ്റ കൈകൊണ്ട് കറന്നതത്രയും തട്ടിമറച്ചത് തന്നെ. രണ്ടും കൽപ്പിച്ച് അള്ളാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ മസ്രയിലേക്ക് കയറി. ആദ്യം എൻ്റെ കണ്ണിൽപ്പെട്ടത് പോച്ചക്കാരി രമണി എന്ന് ഞാൻ പേരിട്ടിരിക്കുന്ന ഒരു ആടാണ്. ആ ആടിന് എങ്ങനെ ആ പേരിടാൻ കാരണമായി എന്നത് ഒരു കഥയാണ്. പിന്നെ ഒരിക്കൽ ഞാൻ ആ കഥ നിങ്ങളോട് പറയാം. ഞാൻ പോച്ചക്കാരി രമണിയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു, രമണി, എനിക്കെൻ്റെ കൈ തീരെ അനക്കാൻ വയ്യ. നിന്റെ ഒരു ശേഷക്കാരൻ പിച്ച പണിയാണ്. പക്ഷേ അർബാബിന് കാലത്ത് പാല് കുടിക്കാതെ വയ്യ. എൻ്റെ കൈ ഒടിഞ്ഞോ, എൻ്റെ തലയിൽ ആകാശമിടിഞ്ഞു വീണോ എന്നൊന്നും അർബാബിന് അലട്ടുന്ന പ്രശ്നമല്ല. അങ്ങേർക്ക് കാലത്ത് പാല് കുടിക്കണം. അത് ഞാൻ കറന്നു കൊടുക്കണം. നീ സഹകരിച്ചാൽ ഇന്ന് ഞാൻ അർബാബിൻ്റെ ബാക്കി അടിയിൽ നിന്ന് രക്ഷപ്പെടും. എൻ്റെ ഇന്നത്തെ വിധി നിന്റെ കയ്യിലാണ്. സത്യം പറഞ്ഞാൽ ചില നേരത്ത് ആടുകൾക്ക് മനുഷ്യരെക്കാൾ കാര്യം മനസ്സിലാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നെന്തായാലും രമണി എനിക്ക് വേണ്ടി അനങ്ങാതെ ചാടാതെ നിന്നു. വല്ല വിധേനയും ഞാനെന്ന് അർബാബിന് ആവശ്യമായ അത്ര പാൽ കറന്നെടുത്ത് കൂടാരത്തിൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് കൊടുത്തു. കുടിയടാ പന്നി, കൊതി തീരെ കുടി. ഞാൻ മനസ്സിൽ ആർത്തു ശപിച്ചു. പാൽ മൂന്തിയ ശേഷം അർബാബ് വീണ്ടും എൻ്റെ അരികിൽ വന്ന് വേഗം പോയി കുട്ടികൾക്ക് പാല് കറന്നു കൊടുക്കാൻ പറഞ്ഞു. എനിക്കാവതില്ലായിരുന്നു. അത് ഞാൻ അർബാബിനോട് തുറന്നു പറഞ്ഞു. എനിക്ക് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. ഞാൻ അലറുകയായിരുന്നു എന്നിപ്പോൾ തോന്നുന്നു. എൻ്റെ ആ ഭാവമാറ്റ അർബാബ് ആദ്യമായി കാണുകയായിരുന്നു. അയാൾ ശരിക്കും പകച്ചുപോയി. പുറത്തു വീഴുന്ന ബെൽറ്റടി പ്രതീക്ഷിച്ച് ഞാൻ കട്ടിലിൽ ചെന്ന് കമിഴ്ന്നു വീണു. അർബാബ് എന്നെ കൊല്ലുമായിരിക്കും. കൊല്ലട്ടെ, കൊന്നു തിന്നട്ടെ. അതോടെ തീരുമല്ലോ ഈ കഷ്ടപ്പാട്. മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞവന് പിന്നെ എന്തു ഭയം? അള്ളാ, ഞാൻ ഒരിക്കലും സ്വയം മരിക്കുകയില്ലെന്ന് നിന്നോടും നിന്റെ നിയമത്തോടും സത്യം ചെയ്തിരുന്നു. പക്ഷേ അർബാബിന് എന്നെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്നതിൽ നിനക്ക് വിരോധമില്ലല്ലോ. എൻ്റെ പുത്രനെ കാണാൻ എനിക്ക് വിധിയില്ല. സാരമില്ല, എനിക്ക് സങ്കടമില്ല. അർബാബിൻ്റെ കൈകൊണ്ട് മരിക്കാൻ നീ എന്നെ അനുവദിക്കുക. ഇനിയും ഈ വേദനയിൽ തുടരാൻ എനിക്ക് വയ്യ. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ അർബാബ് പിന്നെ എൻ്റെ അരികിൽ വന്നതേയില്ല. മസ്രയിൽ പതിവ് തെറ്റിയതിൻ്റെ ഒരു അങ്കലാപ്പും ബഹളവും ആടുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അവറ്റകൾ അങ്ങനെയാണ്, ചിട്ടപ്പടിയിൽ ജീവിക്കുന്നവ. എന്തെങ്കിലും ഒന്ന് ക്രമം തെറ്റിയാൽ എല്ലാം കുഴഞ്ഞു മറിയും. എല്ലാം പോയി തൊലയട്ടെ.
എനിക്കെന്തു വേണം? ഞാൻ അനങ്ങാൻ പോയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൂത്ത അർബാബ് വണ്ടിയിൽ വന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ ഗൗനിക്കാൻ പോയില്ല. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചു. അതിനുശേഷം അർബാബ് എൻ്റെ അരികിലേക്ക് വന്നു. എൻ്റെ കൈ എടുത്ത് പരിശോധിച്ചു. നീരിലൂടെ തടവി നോക്കി. കത്തുന്ന വേദന കൊണ്ട് ഞാൻ അലറിക്കരഞ്ഞു. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഞാൻ അർബാബിനോട് കെഞ്ചി. എന്നാൽ അർബാബ് കേട്ട ഭാവം നടിക്കാതെ വണ്ടിയിൽ കയറി എങ്ങോട്ടോ പോയി. ഞാൻ കട്ടിലിൽ തന്നെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു. കയ്യിൽ എന്തൊക്കെയോ ചില പച്ചമരുന്നുകളുണ്ടായിരുന്നു. അത് ഒരു പാത്രത്തിലിടിച്ച് ചതച്ച് എൻ്റെ കയ്യിൽ നീരുള്ളിടത്തൊക്കെ തേച്ചു പിടിപ്പിച്ചു. പിന്നെ ആദിവാസികളൊക്കെ ചെയ്യുന്നത് പോലെ കുറേ തുണിയും കമ്പുമെടുത്ത് കൈയോടെ ചേർത്ത് വലിഞ്ഞു മുറുക്കി കെട്ടി. എൻ്റെ നെഞ്ചിലെ നീരും ഞാൻ അർബാബിനെ കാണിച്ചു. അർബാബ് അവിടെയും എനിക്ക് മരുന്ന് പുരട്ടി തന്നു. എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാമോ എന്ന് ഞാൻ അപ്പോഴൊക്കെ അർബാബിനോട് കരഞ്ഞുകൊണ്ടിരുന്നു. സാരമില്ല, വേഗം പുറത്തോളും എന്നായിരുന്നു അപ്പോഴൊക്കെ അർബാബിൻ്റെ മറുപടി. എനിക്കൊരു വിശ്വാസവും തോന്നിയില്ല. എൻ്റെ കൈ കൂടുതൽ നീര് വന്ന് വീർത്തു പഴുത്ത് ഒടുവിൽ മുറിച്ചു കളയേണ്ടി വരുമെന്ന് തന്നെ ഞാൻ പേടിച്ചു. അർബാബ് എനിക്ക് 2-3 ഗുബൂസ് കൊണ്ടു തന്നു. ആർത്തിയോടെ ഞാനത് വെള്ളം മുക്കി തിന്നു തീർത്തു. ഇപ്പോൾ തന്നെ വല്ലാതെ വൈകി. വേഗം ആടുകളെ നടത്താൻ കൊണ്ടുപോകാൻ അർബാബ് കൽപ്പിച്ചു. പിന്നെ എതിർത്തൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. ഒറ്റ കൈയും താങ്ങി ഞാൻ മസ്രയിലേക്ക് ഓടി. ഉച്ചയായപ്പോഴേക്കും കൈയിൻ്റെ വേദന പതിയെ അഴിഞ്ഞില്ലാതാവുന്നത് ഞാൻ അറിഞ്ഞു. രാത്രിയായപ്പോൾ വേദന ഏതാണ്ട് പൂർണ്ണമായും കുറഞ്ഞു. പിന്നെ വെറും 2 ദിവസം കൊണ്ട് നെഞ്ചിലെയും കൈയിലെയും നീരുപറ്റി. പിന്നെ ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈയിലെ തടിക്കെട്ട് അഴിച്ചു കളയുകയും ചെയ്തു. അത്രയും ദിവസം ഞാൻ ഒറ്റക്കൈയും താങ്ങിയാണ് ആടുകളെ കറക്കാനും നടത്താനും കൊണ്ടുപോയത്. ആ കാലയളവിൽ ഒരു ദിവസം പോലും ആടുകൾ എന്നെ തുഴിക്കുകയോ എന്നെ കുത്താൻ വരികയോ പാൽപാത്രം തട്ടിമാറ്റുകയോ ചെയ്തില്ലെന്നും ഞാൻ അതിശയത്തോടെ ഓർക്കുന്നു. പലപ്പോഴും അർബാബിനേക്കാൾ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് ആടുകൾ തന്നെയാണ്. അവ എന്നെ എത്ര ഉപദ്രവിച്ചാലും ഞാൻ അവയെ തിരിച്ചൊന്നും ചെയ്യില്ലെന്ന് അവയ്ക്ക് ബോധ്യം വന്നു കാണണം. എന്നാലും മുട്ടനാടുകളിൽ നിന്ന് പിന്നെ എന്നും ഒരകലം പാലിച്ചു മാത്രമേ ഞാൻ നടന്നിട്ടുള്ളൂ. ചാടി ഇടിക്കാൻ വന്നാൽ ഞാൻ ചാടി മാറും, അല്ലെങ്കിൽ എൻ്റെ വടി കൊണ്ട് ശക്തമായി പ്രഹരിക്കും. പിന്നെ ഒരിക്കലും എനിക്ക് ആടിൻ്റെ ഇടികൊണ്ട് വീഴേണ്ടി വന്നിട്ടില്ല. ഈ കഥ പറച്ചിലിൽ ഇതുവരെയും പറയാതിരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ചെറുതായിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ആട്ടിടയൻ ആവുക എന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരുപക്ഷെ നമ്മുടെ രമണനൊക്കെ പാടിക്കേട്ടിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നുണ്ടായ ഒരു മോഹമാകാം. എൻ്റെ ഉമ്മയ്ക്ക് രമണൻ വലിയ ഇഷ്ടമായിരുന്നു. നാടുകളിൽ നിന്ന് നാടുകൾ വിട്ട് നാടുകളിലേക്ക് അലയുക, പുൽമേടുകളിലും കുന്നിൻ ചെരുവുകളിലും ആട്ടിൻപറ്റങ്ങളുമായി വെറുതെ നടന്നു പോവുക, ഓരോ ദിവസവും ഓരോ ഇടങ്ങളിൽ കൂടാരമടിക്കുക, മഞ്ഞ് പുതച്ച രാത്രികളിൽ തീ കൂട്ടി ആടുകൾക്ക് കാവലിരിക്കുക. കഥകളിൽ പറഞ്ഞു കേട്ട സ്വപ്നതുല്യമായ ഏതോ ഒരു അനുഭവമായിരുന്നു എനിക്ക് ആടുമേയ്ക്കൽ. എന്നാൽ ഇടയ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഒരു സത്യമായി ഭവിച്ചപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ നിന്ന് അതെത്ര അകലെയാണെന്ന് ഞാൻ വേദനയോടെ ഓർക്കുന്നു. അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും അകലെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒരിക്കലും നാം വെറുതെ പോലും സ്വപ്നങ്ങൾ കാണാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായാൽ നേർക്ക് നേരെ നിന്ന് നോക്കാൻ പോലും ഭീകരമായിരിക്കും അതെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു.